അവൻ 2 ദിവസം മുമ്പേ വന്നു. ആരാ സർ? കേട്ടിട്ടില്ലേ? ഇല്ല. അതായത് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടി നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുണ്ട്, പുടിനുണ്ട്, പിന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ആതിഥേയൻ. അപ്പോൾ മോദി വരാൻ വേണ്ടിയിട്ട് പുടിൻ 10 മിനിറ്റ് കാത്തു നിന്നു. 10 മിനിറ്റ് കാത്തു നിന്ന് പുടിൻ്റെ കാറിനകത്തിരുന്നു. എന്നിട്ട് മോദി വന്നപ്പോൾ മോദിയുടെ കൈ പിടിച്ച് നേരെ കാറിനകത്തോട്ടിരുത്തി. ചിലരൊക്കെ പറയുന്നു 2 മണിക്കൂർ ഇരുന്നു ആ കാറിനകത്ത് മോദിയുമായി പുടിൻ ഇരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് 40 മിനിറ്റ് എന്ന് പറയുന്നു. എന്താണ് അവർ കാറിലിരുന്ന് സംസാരിച്ചത്? ഡ്രൈവർ പോലും ഇല്ലാതെ ഈ കാറിനകത്തിരുന്ന് സംസാരിച്ചു. അത് ഒരുപാട് തിയറികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഒരു തിയറി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 നരേന്ദ്രമോദി, ഓഗസ്റ്റ് മാസത്തിലെ അവസാന ദിവസം നരേന്ദ്രമോദി ചൈനയ്ക്ക് പോകുന്നു. ആ സെയിം ഡേ ഡാക്കയിലെ വെസ്റ്റിൻ എന്ന് പറയുന്ന ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ ഒരു അമേരിക്കൻ കമാൻഡോ ഫോഴ്സിൻ്റെ ഇൻസ്പെക്ടർ ജനറലുടെ മൃതദേഹം കാണപ്പെട്ടു. അയാളുടെ പേര് ടോറൻസ് ആർവൽ TJ ജാക്സൺ എന്നാണ്. അയാൾ ആ മുറിയിൽ നഗ്നനായി മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ അമേരിക്കൻ എംബസി ഉടൻ തന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഒരൊറ്റയാളും തൊട്ടുപോരുത്, അയാളുടെ ആ മുറിയിൽ പോലും ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് എംബസി ഉദ്യോഗസ്ഥർ വന്ന് അപ്പം തന്നെ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മൃതദേഹ പരിശോധന പോലും നടത്താതെ ആ മൃതദേഹം ഒരു വാഹനത്തിൽ കയറ്റി നേരെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ നേരെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. വലിയ ദുരൂഹതയാണ്. ഇപ്പോഴും അതിൻ്റെ ദുരൂഹത തീർന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കോൺസ്പിറസി തിയറികളുണ്ടായി. കോൺസ്പിറസി തിയറികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്താൻ ഒരു പദ്ധതി അമേരിക്ക തയ്യാറാക്കി. അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഡാക്കയിൽ വന്ന ആളായിരുന്നു ഈ ആർവൽ TJ ജാക്സൺ എന്ന് പറയുന്ന ആളെന്നും, അയാളെ റഷ്യയുടെ സഹായത്തോടെ റഷ്യൻ ഏജൻറ്റുമാർ ഇന്ത്യയെ അറിയിച്ചിട്ട് റഷ്യ കൊലപ്പെടുത്തി വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ വെച്ച് എന്നൊരു തിയറി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥ അത് സംബന്ധിച്ചുള്ള വീഡിയോയും മലയാളത്തിൽ ആദ്യം ചെയ്ത ഞാനാണ്. പിന്നീട് പല മാധ്യമങ്ങളിലും വന്നു. നമ്മുടെ ചാനലല്ല, മറ്റൊരു ചാനൽ. അപ്പോൾ അത് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്. അതിപ്പം വലിയൊരു കോൺസ്പിറസി തിയറിയാണ്. അതിനുശേഷം നേരെ ഷാങ്ഹായ് ചെല്ലുന്നു, മോദിയും ഷീയും പുടിനോടെ കാണുന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് പുടിൻ 40 മിനിറ്റോ 2 മണിക്കൂറോ അദ്ദേഹത്തിൻ്റെ കാറിലിരുത്തുന്നു. അത് ഒരു വലിയൊരു ആക്രമണത്തിൽ നിന്നും മോദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല, മറ്റാരും അറിയാതെ തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ തൻ്റെ കാറിലിരുന്ന് പുടിൻ മോദിയോട് പറഞ്ഞതാണ് എന്നും പറയുന്നു. ദ്വിഭാഷി പോലും ഇല്ലായിരുന്നു. കാരണം രണ്ടുപേർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും 40 മിനിറ്റ് വെറുതെ ഒരു കാറിനകത്ത് അവർക്ക് ഇരിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള മുറികളും കോൺഫറൻസ് റൂമുകളും ഒക്കെ കിട്ടും. പക്ഷേ അത് ഒഴിവാക്കിയിട്ട് പുടിൻ്റെ കാറിലിരുന്നു. അതിനുള്ള ഉത്തരം ഇന്നുവരെ വന്നിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല, മോദി പറഞ്ഞിട്ടില്ല, പുടിൻ പറഞ്ഞിട്ടില്ല എന്തിനാണെന്നുള്ളത്. അതിൻ്റെ ഒരു തിയറി പറയുന്നത് മോദിക്ക് നേരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ട് ഈ കാറിനകത്തിരുന്ന് സംരക്ഷിച്ചു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതല്ല, മോദി മാത്രം അറിയുന്ന, മോദിയെ അട്ടിമറിക്കാൻ, മോദിയെ വകവരുത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി പുടിൻ നേരിട്ട് മോഡിയോട് പറഞ്ഞതാണ് എന്നും ഒരു തിയറിയുണ്ട്. ഇതെല്ലാം തിയറികളാണ്, ഒരാളും സ്ഥിരീകരിച്ചിട്ടില്ല, കൺഫർമേഷൻ ഇല്ല. പക്ഷേ ഈ കഥകൾ കുറേ കാലമായിട്ട് എയറിലുണ്ട്. അങ്ങനെ അവരാ ഇരുന്ന വാഹനത്തിൻ്റെ പേര് ഓറസ് സെനറ്റ് ലിമോസിൻ എന്നാണ്. ഓറസ് എന്ന് പറഞ്ഞാൽ അത് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വാഹനമാണ്. L700 എന്നാണ് എൻ്റെ പേര്. 6.6 മീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞാൽ 21.6 അടി, 22 അടി നീളമുള്ള ഓറസ് കാർ. ഓറസ് കാറിനെ പറയുന്നത് കവചിത കോട്ട എന്നാണ് പറയുന്നത്. കോട്ട തന്നെ കരുത്തുറ്റതാണ്. അത് കവചങ്ങൾ കൊണ്ടും മൂടിയ ഒരു കോട്ട എന്ന് പറയുമ്പോൾ അതെത്രമാത്രം കരുത്തുള്ള വാഹനമാണെന്നറിയാമോ? വളരെ സിമ്പിൾ, ഒറ്റ വാക്കിൽ പറയാം. ആ വാഹനത്തിൻ്റെ കരുത്തറിയാൻ പീരങ്കി ഉണ്ടല്ലോ, പീരങ്കി വെച്ച് എന്തും താർക്കാം. പീരങ്കിക്ക് വെടിവെച്ചാൽ ഈ കാറിനൊന്നും പറ്റില്ല. പീരങ്കിക്ക് പോലും ഭേദിക്കാവാനാവാത്ത അപ്രതിരോധ്യമായ കോട്ടയാണ് ഓറസ് സെനറ്റ് ലിമോസിൻ എന്ന് പറയുന്നത്. ലിമോസിൻ എന്ന് പറഞ്ഞാൽ ഈ പഴയ സെഡാൻ കാറുകളുടെ നീളം കൂടിയ പതിപ്പാണ്. കാർ സെഡാൻ അങ്ങോട്ട് വലിച്ചു നീട്ടിയാൽ എന്താണോ അതാണ് ലിമോസിൻ. നീളം കൂടിയ ആഡംബര കാറുകളാണ്. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗവും യാത്രക്കാരുടെ ഭാഗവും തമ്മിൽ വേർതിരിച്ചിരിക്കും. വളരെ പ്രൈവസിയുണ്ട്. പിന്നെ അതിനകത്ത് ആധുനിക സൗകര്യങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലം, ബാറുകൾ വരെ ലിമോസിനിലുണ്ടാവും.
അത്തരം സൗകര്യമുള്ള വലിയ കാറുകൾ, നീളം കൂടിയ കാറുകൾക്കാണ് ലിമോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓറസ് സെനറ്റ് ലിമോസിൻ L700 പുടിൻ സഞ്ചരിക്കുന്നത്. പുടിൻ ലോകത്തവിടെ പോയാലും ഈ കാർ പോകും. അപ്പോൾ പുടിൻ ഡൽഹിക്ക് വരുന്നതിന് 3 ദിവസം മുമ്പേ, ഇന്നത്തോടെ കൂട്ടിയ 2 ദിവസം മുമ്പേ ഓറസ് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ റഷ്യൻ കമാൻഡോകളുടെ അതീവ സുരക്ഷയിൽ ഇന്ത്യൻ സൈന്യവും കൂടെ പരിപാലിച്ച ഓറസ് കാർ റെഡിയാണ്. ഓറസ് കാറിലായിരിക്കും വിമാനത്തിൽ നിന്ന് വന്നിറങ്ങുന്ന പുടിൻ കയറി സഞ്ചരിക്കാൻ പോകുന്ന ഓറസ് കാറിലാണ്. അപ്പോൾ നമുക്ക് ഈ ഓറസ് കാറിനോട് ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് തോന്നാനുള്ള കാരണം, നമ്മുടെ പ്രധാനമന്ത്രിയെ 40 മിനിറ്റോ 2 മണിക്കൂറോ അതിൽ കയറ്റിയിരുത്തി. ഇപ്പം തിയറി സിദ്ധാന്തക്കാർ പറയുന്ന പോലെ, ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്ന പോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ നമ്മൾ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. പുടിനോട് മാത്രമല്ല ഈ കവചിത കോട്ടയോടും. ആ കാറ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അതിലാണ് ഇന്ത്യയിലുള്ള 2 ദിവസം പ്രസിഡന്റ് പുടിൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ZIS 110 ലിമോസിൻ എന്നൊരു കാറുണ്ടായിരുന്നു. ഈ കാറിൽ നിന്ന് റഷ്യയിലെ ഇപ്പോഴത്തെ ഏജൻസിയായ NAMI എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ കാർ നിർമ്മിക്കുന്നത്. ഈ ഓറസ് കാറുകൾ വാങ്ങാനൊക്കെ കിട്ടും. പക്ഷേ ഈ പ്രസിഡന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന കാറ് അവർ ലോകത്ത് മറ്റാർക്കും വേണ്ടി ഉണ്ടാക്കുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിന് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് ആർമർ പ്ലേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് അതിന് പീരങ്കി വെടിയുണ്ടയും ചെറുക്കുമെന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, അതിൻ്റെ ഗ്ലാസുകൾക്ക് 6 മില്ലിമീറ്റർ തിക്നെസ്സാണ്, ബുള്ളറ്റ് പ്രൂഫാണ്. വെടിവെച്ചാൽ വെടിയുണ്ട ഗ്രനേഡൊന്നും വെക്കില്ല. പിന്നെ ഉള്ളത് ഈ റൺ ഫ്ലാറ്റ് ടയറാണ്. ടയറൊക്കെ വെടിതീർന്നാലും ഒരു പ്രശ്നമില്ല, ഇതോടും. അപ്പോൾ ടാങ്ക് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതിശക്തമായ കവചിത വാഹനമാണെങ്കിലും ഇവന് മണിക്കൂറിൽ 160 കിലോമീറ്റർ സ്പീഡിൽ, എല്ലാ ടയറുകളും വെടിതീർന്നാലും മണിക്കൂറിൽ 160 കിലോമീറ്റർ സ്പീഡിൽ ഇത് ഓടും. പിന്നെയുള്ളത് ഇതിൻ്റെ എയർ ടൈറ്റ് ക്യാബിനുകളാണെന്ന് പറയുന്നത്. എയർ ടൈറ്റ് ക്യാബിനുകളായതുകൊണ്ട് ആരെങ്കിലും വിഷവാതകം പ്രയോഗിച്ചാൽ ഏക്കില്ല. ഇത് മാത്രമല്ല, അതിനകത്ത് ഓട്ടോമാറ്റിക്കലി എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആ കാറിനകത്ത് വേണ്ടുന്ന ഓക്സിജൻ കാർ ഉണ്ടാക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്നല്ല അതിൻ്റെ ഓക്സിജൻ എടുക്കുന്നത്. പിന്നെയുള്ളത് ഇതിന് 4.4 ലിറ്റർ ട്വിൻ ടർബോ V8 ഹൈബ്രിഡ് എഞ്ചിനാണ്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 9 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. എന്തൊക്കെയാണ് ഈ കാറിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. അപ്പം ഇത് ഇത്രയൊക്കെ നമുക്കറിയാവുള്ളൂ. ഇത് മാത്രമല്ല, ഈ അത്യാവശ്യ സന്ദർഭങ്ങൾ വന്നാൽ നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകളിൽ കാണുന്ന പോലെ ഈ കാറ് ഒരു ടാങ്കായിട്ട് മാറും. കാറിൻ്റെ ചില സ്ഥലങ്ങളിൽ നിന്ന് തോക്കുകളൊക്കെ പുറത്തു വന്ന് വെടിവെക്കും എന്നൊക്കെയുള്ള കഥകളുണ്ട്. അങ്ങനെ ഒരിക്കലും റഷ്യൻ പ്രസിഡന്റ് വാഹനം എവിടെയെങ്കിലും ചെന്നിട്ട് ശത്രുക്കൾക്ക് നേരെ വെടിവെക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അത് കഥയാണോ അല്ലയോ എന്നറിയില്ല. ഇതൊക്കെ ഇത്തരം ഈ അതീവ സുരക്ഷയുള്ള ലോകത്തെ ഏറ്റവും പ്രഷ്യസ് ആയി കൊണ്ടു നടക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ വിചാരിക്കാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് കരുതുന്നു. സ്വാഭാവികമാണ്. അത് സാധാരണക്കാർക്കാർക്കും കാണാനും അത് സ്പർശിച്ചു നോക്കാനും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അവസരം കിട്ടാത്തതുകൊണ്ട് നമ്മൾ കഥകളുണ്ടാക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. അറിയാവുന്ന കാര്യങ്ങൾക്ക് കഥയില്ല, നമുക്കറിയാം, നേരിട്ടറിയാം. പക്ഷേ ഒരു ദുരൂഹത നിൽക്കുമ്പോൾ എപ്പോഴും സ്പെക്കുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻസ് ഉള്ള വാഹനങ്ങളിലൊന്നാണ് ഓറസ് സെനറ്റ് ലിമോസിൻ എന്ന് പറയുന്ന L700 എന്ന് പറയുന്ന ഈ കാറ്. ഇതാണിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രസിഡന്റ് പുടിൻ ഇവിടെ വരുമ്പോൾ സുരക്ഷയുടെ കാര്യം അല്ലേ, അത് പുടിൻ്റെ സുരക്ഷ FSOയ്ക്കാണ്. FSO എന്ന് പറഞ്ഞാൽ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസസ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് മാത്രം, SPG. അപ്പോൾ നമ്മൾ പറയും പ്രസിഡന്റ് പോകുമ്പോൾ പ്രസിഡൻ്റിൻ്റെ കൂടെ കറുത്ത വേഷം ധരിച്ചവർ, അത് SPG അല്ല. പക്ഷേ എന്നാലും നമ്മൾ SPG എന്ന് പറയും. അത് പ്രസിഡൻറ്റ്സ് ബോഡി ഗാർഡാണ്, പ്രസിഡന്റിൻ്റെ പ്രത്യേകമായിട്ടുള്ളതാണ്. SPG എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമാണ്, മുൻ പ്രധാനമന്ത്രിമാർക്കുമില്ല. പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉള്ളത്. എന്ന് പറയുന്ന പോലെ റഷ്യൻ പ്രസിഡന്റിൻ്റെ സുരക്ഷ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഏജൻസിയാണ് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസസ്. നമ്മുടെ രാജ്യത്തേക്ക് റഷ്യൻ പ്രസിഡന്റ് വരികയാണ്. അപ്പം സുരക്ഷ ഒരുക്കേണ്ടത് ആക്ച്വലി നമ്മളാണ്. പക്ഷേ അതിനകത്ത് പല ലെയറുകളിലാണ് സുരക്ഷ. പ്രസിഡന്റ് പുടിനോട് ചേർന്നുള്ള ലെയറിൽ ഏറ്റവും അടുത്തിരിക്കുന്ന റിംഗ് 1 എന്ന് പറയും. റിംഗ് 1 സുരക്ഷ FSOയ്ക്കാണ്. അത് FSO. അതിനുശേഷം NSG, CRPF, ലോക്കൽ പോലീസ്, ഇങ്ങനെ പല റിംഗ് ആയിട്ടാണ് സുരക്ഷ ഒരുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് SPG ആയിരിക്കും. അത് കഴിയുമ്പോൾ അങ്ങനെ പല ലെയറാണ്. അതുപോലെയാണ് FSOയുടെ സുരക്ഷയാണുള്ളത്. FSOയുടെ 50 പേരുടെ ഒരു ടീം എപ്പോഴും പുടിൻ്റെ കൂടെയുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് 2 ടീമുണ്ട്. ഒന്ന് അഡ്വാൻസ് ടീമുണ്ട്. FSOയുടെ അഡ്വാൻസ് ടീം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അവർ പുടിൻ പോകുന്ന സ്ഥലങ്ങൾ, താമസിക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ പുടിൻ്റെ സഞ്ചാരപഥം, ഇതെല്ലാം പോയി പരിശോധിച്ച് അവർ റിപ്പോർട്ട് എടുക്കുന്നത്. അതാണ് FSO അഡ്വാൻസ് ടീം. FSOയുടെ മറ്റൊരു ടീം എന്ന് പറയുന്നത് പുടിൻ്റെ കൂടെ വരുന്നതാണ്. മാത്രമല്ല, ഈ FSOയിലെ ഏതാണ്ട് നല്ല ശതമാനം ആളുകളും
അല്ലെങ്കിൽ അതിന് നിർണായക പോസ്റ്റുകളിലിരിക്കുന്നവരൊക്കെ പഴയ KGBയുടെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറയുന്നു. പുടിനും KGB ആണ്. അപ്പോൾ KGBക്കാരെന്ന് പറയുമ്പോൾ ഒരുപാട് ഏജിലാണ്, സോവിയറ്റ് യൂണിയൻ പോയിട്ട് ഇത്രയും വർഷമായില്ല. എന്നാൽ പോലും KGBയുടെ ഒരു മേൽനോട്ടം, KGBയുടെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു സുരക്ഷാ ഏജൻസിയാണ് FSO. അപ്പോൾ ഇതിനകത്ത് ട്രാവൽ കോൺവോയ് ഉണ്ട്, സ്നിപ്പർ പ്രതിരോധമുണ്ട്. അതായത് FSO ഉൾപ്പെടെയുള്ള ആളുകൾ പുടിൻ പോകുന്ന വഴിയിൽ ഉൾപ്പെടെ വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ സ്നിപ്പർ തോക്കുകളായിട്ടുണ്ടാവും. അങ്ങനത്തെ സുരക്ഷ ഇവിടെ ഏർപ്പാടുണ്ട്. പിന്നെ ഭക്ഷണം, പാനീയം ഒക്കെ നമുക്കറിയാം. ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ ഇവർ പരിശോധിച്ച് അവർ കഴിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ പ്രസിഡൻറ്റിന് കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഉണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് പുടിൻ്റെ വിമാനങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ പോയി അതിനെ അക്കമ്പനി ചെയ്യും. അങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാഷ്ട്രത്തലവും വരികയാണ്, അതിർത്തിയിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ പോയി എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നൊരു ശീലമുണ്ട്. നമ്മുടെ വിമാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷേ പുടിൻ സമീപകാലത്ത് ചെയ്യുന്ന അങ്ങനെയല്ല. പുടിൻ പോകുന്നിടത്തൊക്കെ പുടിൻ്റെ വിമാനത്തിന് ഇലൂഷൻ വിമാനം പോകുമ്പോൾ അതിന് അകമ്പടിയായിട്ട് എവിടെ പോകുന്നുണ്ടോ ആ സ്ഥലത്തൊക്കെ പുടിൻ്റെ വിമാനം ഒറ്റയടിക്ക് ഫ്യൂവൽ അടിച്ചാൽ 10,000 കിലോമീറ്റർ പറക്കും. എങ്ങും നിർത്താതെ 10,000 കിലോമീറ്റർ പറക്കാൻ ശേഷിയുള്ള കൂറ്റൻ വിമാനമാണ് ഇലൂഷൻ. അപ്പോൾ അത് റഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് കഴിഞ്ഞാൽ എങ്ങും നിർത്താതെ റീഫ്യൂവൽ ചെയ്യാതെ തന്നെ അതിന് ഇന്ത്യ വന്നിറങ്ങാൻ പറ്റും. അപ്പോൾ ആ വിമാനങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും പുടിൻ ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നില്ല. അതിന് കാരണം എന്നറിയാം, പുടിനെതിരെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ഒരു വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുടിൻ വന്നാൽ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ മംഗോളിയക്ക് പുടിൻ പോയി. മംഗോളിയ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഈ കൺവെൻഷനിൽ ഒപ്പുവെച്ച രാജ്യമാണെങ്കിലും മംഗോളിയ പറഞ്ഞ് പിന്നെ പോടാവേ ഞങ്ങൾ പുടിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് പുടിൻ അവിടെ ഇറങ്ങി. ഇപ്പോൾ ചില രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പുടിൻ വന്നാൽ അറസ്റ്റ് ചെയ്യും. നെതന്യാഹുവിന് വാറണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുടിൻ പല രാജ്യങ്ങളിലും പോകുന്നില്ല. ഇപ്പോൾ വെറുതെ ഒരു ഡിസ്പ്യൂട്ട്, പുടിനെ പോയി അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പുടിൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇറങ്ങിയാൽ പുടിനെ അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രശ്നം ഞാൻ റഷ്യ വന്ന് അടിച്ച് തകർത്തവനെ റെഡിയാക്കും. അത് വേൾഡ് വാറിലേക്കൊക്കെ പോകും. പക്ഷേ അങ്ങനത്തെ ഒരു സംഘർഷത്തിലേക്ക് പോകണ്ട എന്ന് വെച്ചിട്ടാണ് പുടിൻ വിദേശയാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത്. അങ്ങനെ പുടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്കെന്നല്ല പോകുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ മംഗോളിയയ്ക്ക് പോയപ്പോഴും ഒക്കെ പോകുന്ന സമയത്തൊക്കെ പുടിന് അകമ്പടി സേവിക്കാൻ Su-35S ഫൈറ്ററുകൾ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ പുടിൻ്റെ വിമാനം പോകുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലും Su-35S ഫൈറ്ററുകൾ അകമ്പടി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴും ഇതുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുടിൻ വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ, പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവുകയും അമേരിക്ക പാകിസ്ഥാനെ നിർലോഭം നിരന്തരം അസീം മുനീറിനെ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുടിൻ ഇന്ത്യയിൽ വരുന്നതിന് സാമ്പത്തികമായും സൈനികമായും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ, അങ്ങേയറ്റം തീവ്രമായ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. എന്നാലും നമ്മൾ RS കാറിനെ നമ്മൾ ഓർക്കും, കാരണം നമ്മൾ മോദിയെ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ മറ്റു മാധ്യമങ്ങൾ പറയാത്ത പല വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ നിലനിന്നു പോകണമെങ്കിൽ നിങ്ങളുടെ നിർലോഭമായ സഹകരണം നിരന്തരം ഞങ്ങൾക്കുണ്ടായേ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. സഹായിക്കേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാണ്. ഉറപ്പായും ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ബട്ടൺ അമർത്താൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.